പക്ഷേ നാളെ സൗദിയുടെ ഫോറിൻ മിനിസ്റ്റർ അങ്ങോട്ടേക്ക് വരാനിരിക്കുകയാണ് പാകിസ്ഥാനെ അനുനയിപ്പിക്കാൻ. മിഥുൻ നേരത്തെ നൽകിയ റിപ്പോർട്ട് അനുസരിച്ചാണെങ്കിൽ അവർ ആരോട് സംസാരിക്കും എന്നറിയില്ല. കാരണം അവിടെ പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ നാട് വിട്ടിരിക്കുന്നു എന്ന സംശയം കൂടി ഉയരുന്നുണ്ട്. മിഥുൻ വീണ്ടും നമുക്കൊപ്പം ചേരുന്നു. മിഥുൻ, പ്രധാനപ്പെട്ട ഇടങ്ങളിൽ ആക്രമണം തുടരുന്നു എന്ന വിവരം വന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഇപ്പോൾ നയതന്ത്ര തലത്തിൽ ലോകരാഷ്ട്രങ്ങളിൽ നിന്ന് പാകിസ്ഥാന് മേൽ വലിയ സമ്മർദ്ദമുണ്ട് എന്ന് മനസ്സിലാക്കുന്നു. നേരത്തെ അമേരിക്കയുടെ പ്രതികരണം നമ്മൾ കണ്ടതാണ്. അമേരിക്ക ഭീകരവാദത്തിനെ എതിർക്കുന്നു. പാകിസ്ഥാൻ എങ്ങനെ ഒരു ഭീകരതയെ എങ്ങനെ പ്രോത്സാഹിപ്പിച്ചു, എങ്ങനെയാണ് ഭീകരരെ പ്രോത്സാഹിപ്പിച്ചതെന്ന് എല്ലാവർക്കും അറിയാം, പതിറ്റാണ്ടുകളായി എന്ന ഒരു പരാമർശം ഉണ്ടാകുമ്പോൾ എന്താണ് അമേരിക്കയുടെ നിലപാട് എന്നത് വ്യക്തമാണ്. സൗദി ഒരു അനുനയ ശ്രമം നടത്തുന്നുണ്ട്. നയതന്ത്ര തലത്തിൽ ഒരു ഇടപെടൽ നടത്താനുള്ള ശ്രമമാണുള്ളത്. അപ്പോൾ നാളെ എന്തായിരിക്കും അവസ്ഥ? പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ എങ്ങോട്ട് എന്നറിയാത്ത സാഹചര്യത്തിൽ ആ ഒരു സമ്മർദ്ദം എവിടെ കേന്ദ്രീകരിക്കണം എന്നതിൽ ഒരു അനിശ്ചിതത്വം ഉണ്ടാകുമോ? തീർച്ചയായും അങ്ങനെയുള്ള ഒരു വാർത്തകൾ തന്നെയാണ് പുറത്തു വരുന്നത്. കാരണം സൗദി ഒരു നയതന്ത്ര തലത്തിൽ ഒരു സമാധാനം പുനഃസ്ഥാപിക്കുന്നതിന് വേണ്ടിയുള്ള ഇടപെടൽ നടത്തുന്നതിന് വേണ്ടിയാണ് അവിടുത്തെ വിദേശകാര്യ മന്ത്രി പാകിസ്ഥാനിലേക്ക് വരുമെന്ന് അറിയിക്കുകയും ചെയ്തിരിക്കുന്ന ആ ഒരു ഘട്ടത്തിലാണ് ഇത്തരത്തിൽ പ്രധാനപ്പെട്ട നേതാക്കൾ, പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് അടക്കമുള്ള പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ രാജ്യം വിട്ടേക്കും അല്ലെങ്കിൽ വിട്ടു എന്നടക്കമുള്ള രീതിയിലുള്ള വാർത്തകൾ പ്രചരിക്കുകയും ചെയ്യുന്നത്. അങ്ങനെ നോക്കുമ്പോൾ ആരെയാണ് ഇനി ഇവർ കാണാൻ പോകുന്നത്, അല്ലെങ്കിൽ ആരോടാണ് ഈ അനുനയ ശ്രമത്തിന് വരുന്നത് എന്നടക്കമുള്ള കാര്യങ്ങൾ ഒരു വ്യക്തത വരേണ്ടതായിട്ടുണ്ട്. എന്തായാലും നിലവിൽ വലിയ രീതിയിൽ തന്നെ ഈ ആക്രമണം അഴിച്ചുവിട്ടിരിക്കുകയാണ്. അതായത് ഇസ്ലാമാബാദിൽ ഇന്ത്യൻ മിസൈൽ വർഷമുണ്ടായി, പാക് പൈലറ്റ് പിടിയിലായ വാർത്തകൾ നമ്മൾ നേരത്തെ നൽകുകയാണ്. ആവർത്തിച്ച് മുന്നറിയിപ്പ് നൽകിയിട്ടും പഠിക്കാത്ത പാകിസ്ഥാൻ ഇന്ത്യയുടെ തിരിച്ചടിയിൽ നടുങ്ങുന്ന കാഴ്ച കാണാൻ സാധിക്കുന്നു. പാക് തലസ്ഥാനമായ ഇസ്ലാമാബാദിൽ ഉൾപ്പെടെ ഇന്ത്യൻ ഡ്രോണുകളും മിസൈലുകളും എത്തി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതിനു പുറമെ ലാഹോറിലും സിയാൽകോട്ടിലും കറാച്ചിയിലും ഇന്ത്യയുടെ ആക്രമണത്തെ തുടർന്ന് സ്ഫോടനങ്ങൾ, വിവിധ മേഖലകളിൽ സ്ഫോടനങ്ങൾ നടന്നു തന്നെയാണ്. ഇന്ത്യൻ വ്യോമാക്രമണത്തിൽ ഭയന്ന പാക് നഗരങ്ങൾ സമ്പൂർണ്ണ ബ്ലാക്ക് ഔട്ടിലേക്ക് പോയിരിക്കുകയാണ്. പാകിസ്ഥാനിൽ ഇന്ത്യ ലക്ഷ്യമിട്ട സ്ഥലങ്ങളിൽ ആക്രമണം നടത്തിയെന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. ആക്രമണത്തിന്റെ കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നിട്ടില്ല. എന്തായാലും അത് ഉടൻ തന്നെ അതിന്റെ വ്യക്തമായ ഒരു ചിത്രം നമുക്ക് ലഭ്യമാകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നത്. എന്തായാലും പാകിസ്ഥാന്റെ ആക്രമണം ഏകദേശം രാത്രി 8 മണിയോടുകൂടിയാണ് ഉണ്ടാകുന്നത്. അതിനുശേഷം ഇന്ത്യയിലെ ജമ്മുവിലെ വിമാനത്താവളം ഉൾപ്പെടെ ആക്രമിക്കാൻ ലക്ഷ്യമിട്ടെത്തിയ പാക് ഡ്രോണുകൾ ആദ്യം വെടിവെച്ചിട്ട് തുടങ്ങിയതാണ്. അതിപ്പോൾ വലിയ രീതിയിൽ പാകിസ്ഥാന്റെ ഒരു പിളർപ്പിലേക്ക് പോലും കാര്യങ്ങൾ എത്തിയിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. അതായത് പാകിസ്ഥാനിൽ നിർണായക മുന്നേറ്റം ബലൂച്ച് ലിബറേഷൻ ആർമി നടത്തിയിരിക്കുന്നു. നാടകീയമായ നീക്കത്തിലൂടെ BLA തലസ്ഥാനമായ ക്വറ്റ പിടിച്ചെടുത്തായതുള്ള വിവരങ്ങളാണ് നേരത്തെ പുറത്തു വന്നത്. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി BLA പാകിസ്ഥാൻ സൈന്യത്തിന് നേരെ വൻതോതിലുള്ള ആക്രമണം നടത്തിയിരുന്നു. ഇന്നലെയും ഇന്ന് രാവിലെയോടുകൂടി സൈനിക വാഹനത്തിൽ കുഴിബോംബിലൂടെ 12ഓളം സൈനികരെ കൊലപ്പെടുത്തുന്ന ദൃശ്യങ്ങൾ അവർ പുറത്തുവിടുകയും ചെയ്യുന്ന അർത്ഥത്തിൽ ഇന്ത്യയുടെ ഭാഗത്തു നിന്നുള്ള സമ്മർദ്ദം കൂടിയായതോടെ പാക് സേന വലിയ രീതിയിൽ പ്രതിരോധത്തിലായി എന്നുള്ളത് തന്നെയാണ്. BLAയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ള പ്രഹരം പാകിസ്ഥാന് ദീർഘമായ പ്രത്യാഘാതം ഉണ്ടാക്കുന്നതാണ്. പകലും BLA പാകിസ്ഥാൻ സൈന്യത്തിന് ഞാൻ നേരത്തെ സൂചിപ്പിച്ച ആക്രമണം നടത്തിയിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ BLA വിമോചന സമരം ഇപ്പോൾ പാകിസ്ഥാനിൽ ശക്തമാക്കിയിരിക്കുന്നതായിട്ടുള്ള വിവരങ്ങൾ പുറത്തു വരികയും ചെയ്യുന്നത്. കഴിഞ്ഞ ദിവസം തടവുകാരുമായി പോയ പാക് സൈന്യത്തിന്റെ വാഹനം BLA തടഞ്ഞിരുന്നു. ഒപ്പം തന്നെ ഈ കഴിഞ്ഞ കുറച്ച് നാളുകളായി പാകിസ്ഥാൻ അടിച്ചമർത്തുന്നതിന് വേണ്ടിയുള്ള വിമോചന പോരാട്ടം അടിച്ചമർത്തുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ അല്ലെങ്കിൽ അതിനുവേണ്ടിയുള്ള പരിശ്രമങ്ങൾ നടത്തിയിരുന്നു. പക്ഷേ അതൊന്നും തന്നെ BLA പോരാളികൾക്കെതിരെ ക്രൂരമായ ആക്രമണങ്ങളാണ് പാക് സൈന്യം നടത്തിയിരുന്നത്. അതിനെതിരെ ഇപ്പോൾ ഒരു തിരിച്ചടി നൽകാൻ BLA കൂടി ആയിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. മറ്റൊന്ന്, ഇസ്ലാമാബാദിനും പുറമെ ലാഹോർ, കറാച്ചി, പെഷാവർ, സിയാൽകോട്ട് തുടങ്ങിയ 12 ഇടങ്ങളിലും ഇന്ത്യ കനത്ത ആക്രമണം ഇപ്പോഴും തുടരുകയാണ്. ഇന്ത്യയുടെ ആക്രമണത്തെ തുടർന്ന് പാക് പ്രധാനമന്ത്രി ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഷഹബാസ് ഷെരീഫിനെ വസതിയിൽ നിന്ന് മാറ്റി. അദ്ദേഹം നാട് വിട്ടിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത മാത്രമാണ് നമുക്ക് വരേണ്ടതായിട്ടുള്ളത്. പാകിസ്ഥാനിലെ ഉന്നത ഉദ്യോഗസ്ഥർ മറ്റു രാജ്യങ്ങളിലേക്ക് രക്ഷപ്പെട്ടിട്ടുണ്ട് എന്നുള്ള വിവരങ്ങൾ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഷെരീഫിന്റെ വസതിയുടെ 20 കിലോമീറ്റർ അകലെ വൻ സ്ഫോടനം നേരത്തെ നടന്നിരുന്നു. അതിനിടെ കറാച്ചി തുറമുഖത്ത് ഇന്ത്യയുടെ നാവികസേനയുടെ യുദ്ധക്കപ്പലായ INS വിക്രാന്ത് ആക്രമണം നടത്തി. അത് അല്പസമയത്തിന് മുമ്പ്
കിരൺ റിജിജു, കേന്ദ്രമന്ത്രി കിരൺ റിജിജു പറഞ്ഞത് കറാച്ചിയിലും നമ്മൾ ആക്രമണം നടത്തിയിരിക്കുന്നു, പാകിസ്ഥാന് തക്കതായിട്ടുള്ള തിരിച്ചടി കറാച്ചിയിൽ നാവികസേനയുടെ ഭാഗത്തു നിന്ന് നൽകിയിരിക്കുന്നു എന്നടക്കമുള്ള കാര്യങ്ങൾ കൂടി പറഞ്ഞു വെക്കുകയും ചെയ്തു. എന്തായാലും നിലവിൽ പാകിസ്ഥാനിൽ സൈനിക മേധാവി അസീം മുനീറിനെ മാറ്റാൻ തിരക്കിട്ട നീക്കം നടക്കുന്നതായിട്ടുള്ള സൂചനകൾ കൂടി ഈ ഒരു ഘട്ടത്തിൽ പുറത്തു വരുന്നുണ്ട്. പകരം സൈനിക മേധാവി സ്ഥാനത്തേക്ക് ജനറൽ ഷംഷാദ് മിർസയെ ഷഹബാസ് ഷെരീഫ് സർക്കാർ പരിഗണിക്കുന്നുവെന്നാണ് വിവരം. വ്യക്തിപരമായ നേട്ടങ്ങൾക്കായി അസീം മുനീർ രാജ്യസുരക്ഷയെ കുരുതി കൊടുത്തുവെന്നാണ് പാകിസ്ഥാനിൽ ഒരു വിഭാഗം വിമർശനം ഉന്നയിക്കുന്നത്. ഈ സാഹചര്യത്തിൽ അട്ടിമറി നീക്കത്തിലൂടെ മുനീറിനെ മാറ്റാനാണ് പാക് സർക്കാരിന്റെ നീക്കമെന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. അസീം മുനീറിനെ കസ്റ്റഡിയിലെടുത്ത് ഒരു രഹസ്യ കേന്ദ്രത്തിലേക്ക് മാറ്റിയതായും സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകളുണ്ട്. അതിർത്തിയിൽ പാകിസ്ഥാന്റെ പ്രകോപനവും അതേസമയം തുടരുകയാണ്. പല മേഖലയിലും, അതായത് പഞ്ചാബിലും ജമ്മു കാശ്മീരിലും രാജസ്ഥാനിലും അടക്കം പാകിസ്ഥാന്റെ പ്രകോപനം തുടർന്നുകൊണ്ടിരിക്കുന്നു. അതൊക്കെ നമുക്ക് നമ്മുടെ ഇന്ത്യൻ സൈന്യത്തിന് അത് അടിച്ചമർത്താൻ സാധിക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ്. ഒരു തരത്തിലും ഒരു ഷെല്ലാക്രമണം പോലും ഇന്ത്യയുടെ മണ്ണിനെ ബാധിച്ചിട്ടില്ല, ഇന്ത്യയിലെ യാതൊരുവിധ ജനങ്ങളെയും ബാധിച്ചിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതേസമയം പാകിസ്ഥാന് കൊടുക്കേണ്ടി വന്നത് വലിയ വിലയാണ്. 3 സൈനിക വിന്യാസവും സൈനിക സേനാ വിഭാഗങ്ങളും ചേർന്നുകൊണ്ട് പാകിസ്ഥാനെ വരിഞ്ഞു മുഴിക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുകയും ചെയ്തു. എന്തായാലും F-16, F-17 വിമാനങ്ങൾ സൈന്യം തകർത്തു. അങ്ങനെ 4 വിമാനങ്ങളാണ് തകർത്തത്. ജയ്സാൽമേർ, അക്നൂർ, പഠാൻകോട്ട് എന്നിവിടങ്ങളിലാണ് വിമാനങ്ങൾ വെടിവെച്ചിട്ടത്. അതിൽ 2 പൈലറ്റുമാരെ ഇന്ത്യ ജീവനോടുകൂടി പിടികൂടുകയും ചെയ്തു എന്നുള്ളത്. എന്തായാലും നിലവിൽ സംഘർഷം അതിരൂക്ഷമായി തന്നെ മുന്നോട്ട് പോവുകയാണ്. തീർച്ചയായും മിഥുൻ സൂചിപ്പിച്ചതുപോലെ തന്നെ പാകിസ്ഥാൻ അവരുടെ ചെയ്തികൾക്കുള്ള വില അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. പാകിസ്ഥാനിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന ബോധ്യമുള്ളവർ പാകിസ്ഥാനിൽ തന്നെ ഉണ്ടായിരുന്നു. പക്ഷേ അവിടെ നിന്ന് അവരെ നയിക്കുന്നവർ നൽകിയ സൂചനകൾ അതൊന്നുമായിരുന്നില്ല. വലിയ പ്രകോപനപരമായ പരാമർശങ്ങളാണ് പ്രതിരോധ മന്ത്രി ഖ്വാജ ആസിഫിൽ നിന്ന് പല തവണയായിട്ടുണ്ടായിട്ടുള്ളത്. ആണവായുധം പോലും പ്രയോഗിക്കാൻ മടിക്കില്ല എന്ന തരത്തിൽ ലോകത്തിന് തന്നെ തങ്ങൾ ഭീഷണിയാണ് എന്ന് ഖ്വാജ ആസിഫ് തുറന്നു പറയുന്നുണ്ടായിരുന്നു. പക്ഷേ എന്താണ് പാകിസ്ഥാന്റെ അവസ്ഥ എന്നറിയുന്നവർ കൃത്യമായ മുന്നറിയിപ്പുകൾ നൽകിയിരുന്നു. അങ്ങനെ ഒരു വ്യക്തിയായിരുന്നു പാകിസ്ഥാൻ നാഷണൽ അസംബ്ലിയിൽ ഇന്ന് പൊട്ടിക്കരഞ്ഞ പാർലമെന്റ് അംഗമായ താഹിർ ഇക്ബാൽ. ഇന്ത്യയുടെ ആക്രമണങ്ങളിൽ നിന്ന് രക്ഷിക്കണമെന്ന് പറഞ്ഞിട്ടാണ് താഹിർ ഇക്ബാൽ ഇന്ന് പാർലമെന്റിൽ പൊട്ടിക്കരഞ്ഞത്. അദ്ദേഹം പറഞ്ഞു, ഇന്ത്യയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണം, ഇനിയൊരു ആക്രമണം താങ്ങാൻ പാകിസ്ഥാന് കഴിയില്ല എന്ന് പറഞ്ഞ താഹിർ ഇക്ബാൽ അള്ളാഹു രക്ഷിക്കട്ടെ പാകിസ്ഥാനെ എന്നാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ എന്താണ് ഇങ്ങനെ ഒരു ആക്രമണം എസ്കലേറ്റ് ചെയ്താൽ പാകിസ്ഥാനിൽ സംഭവിക്കാൻ പോകുന്നതെന്നത് അവിടുത്തെ ജനപ്രതിനിധികൾക്ക് ബോധ്യമുണ്ടായിരുന്നു. എന്താണ് പാകിസ്ഥാൻ കടന്നു പോകുന്ന യഥാർത്ഥ സാഹചര്യം എന്ന് ബോധ്യമുള്ളവർ അത്തരം മുന്നറിയിപ്പുകൾ അവിടെ ഭരണ നേതൃത്വത്തിന് നൽകിയിരുന്നു. പക്ഷെ അതൊന്നും ഫലം കണ്ടില്ല. അവർ അവരുടെ തെമ്മാടി രാഷ്ട്രം എന്ന പാകിസ്ഥാന് ലോകത്തിന് മുന്നിലുള്ള വിളിപ്പേര് എന്താണോ, എന്ത് ചെയ്തികളാണോ അവർ ചെയ്തുകൊണ്ടിരുന്നത് അതിന്റെ തുടർച്ച തന്നെ അവരുടെ ഭാഗത്തു നിന്നും ഉണ്ടായി. ഇപ്പോൾ UN ജനറൽ അസംബ്ലി പ്രസിഡന്റ് ഇരു രാഷ്ട്രങ്ങളോടും ആവശ്യപ്പെട്ടിരിക്കുന്നത് ഈ സംഘർഷ സാധ്യതയിൽ നിന്ന് ഇരു രാജ്യങ്ങളും പിന്നോട്ട് പോകണം എന്ന ഒരു ആവശ്യം ഉന്നയിച്ചിരിക്കുകയാണ്. UN ജനറൽ അസംബ്ലി പ്രസിഡന്റ് എക്സ്പ്രസ്ഡ് ഡീപ് കൺസേൺ ഓവർ ദ എസ്കലേറ്റിംഗ് ഹോസ്റ്റിലിറ്റീസ് ബിറ്റ്വീൻ ഇന്ത്യ ആൻഡ് പാകിസ്ഥാൻ, urging both nations to exercise maximum restraint എന്നാണ്. ഇരു രാജ്യങ്ങളും സമാധാനത്തിന്റെ പാതയിലേക്ക് പോകണം എന്ന ഒരു ആഹ്വാനം ലോകരാഷ്ട്രങ്ങൾ നടത്തുന്നു.